നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കുറച്ച് സമയം തരണം ഇവരോട് ആവശ്യപ്പെട്ടതാണ്. അതിനുപോലും അവർ നിന്നില്ല. എനിക്കറിയാം 2 പെൺകുട്ടികൾ, ഇവര് എങ്ങനെയാണ് ജീവിക്കേണ്ടത് പോലും എനിക്ക് മനസ്സിലാവും. കാസർഗോഡ് ഒരു രാത്രി വീടിന് പുറത്തുറങ്ങിയ വയോധികയ്ക്കും കുട്ടികൾക്കും ആശ്വാസം. കേരള ബാങ്കിൽ അടയ്ക്കാനുള്ള തുകയടച്ച് ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ. വീട് ഇന്ന് തന്നെ തുറന്നു നൽകുമെന്ന് നീലേശ്വരത്തെ ബാങ്ക്. ആശാസമരം 3ാം ഘട്ടത്തിൽ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം തുടരുന്നു. ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ എംഎൽഎമാർ. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വീണ ജോർജിന് സമയം അനുവദിച്ചില്ല. നിവേദനം നൽകി മടങ്ങി. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. 30 പേരെ സുരക്ഷാ സേന കൊന്നു. ഒരു ഉദ്യോഗസ്ഥന് വീരമൃത്യു. അടുത്ത മാർച്ചോടെ രാജ്യം നക്സൽ മുക്തമാകുമെന്ന് അമിത്ഷാ. ഒറ്റമൂലിയുടെ കൂട്ടറിയാൻ വൈദ്യനെ കൊന്ന കേസിൽ 3 പേർ കുറ്റക്കാർ. നിർണായകമായത് മുടിയുടെ DNA പരിശോധനാ ഫലം. 9 പേരെ വെറുതെ വിട്ടു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മറ്റന്നാൾ ശിക്ഷ വിധിക്കും. എറണാകുളം കുറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ചു. അമ്മയുടെ സുഹൃത്ത് അറസ്റ്റിൽ. പുറത്തറിഞ്ഞത് പെൺകുട്ടി സഹപാഠിക്ക് നൽകിയ കത്ത്. അമ്മയുടെ പങ്കും അന്വേഷിക്കാൻ പോലീസ്. കെ ഇ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്ത് CPI. നടപടി പി രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രസ്താവനയിൽ. തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ. കമ്മ്യൂണിസ്റ്റുകാരനായി തുടരുമെന്ന് ഇസ്മായിൽ. കണ്ണൂരിൽ തെരുവ് നായ ആക്രമണം. ചക്കരക്കല്ലിൽ 30-ലേറെ പേർക്ക് കടിയേറ്റു. നായ ചത്ത നിലയിൽ. കേരളത്തിൽ നിന്നുള്ള തെരുവ് നായ്ക്കളെ കന്യാകുമാരിയിൽ ഉപേക്ഷിച്ചതായി ആക്ഷേപം. വാർത്തകളിലേക്ക് വിശദമായി. കാസർഗോഡ് പരപ്പച്ചാലിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ജപ്തി ചെയ്ത കുടുംബത്തിന് ആശ്വാസം. കേരള ബാങ്കിൽ അടയ്ക്കാനുള്ള തുകയടച്ച് ആലപ്പുഴ സ്വദേശി ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പണമടച്ചത്. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഒരാളെയും ജപ്തിയുടെ പേരിൽ വീടിന് പുറത്താക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും ആ ദുഃഖകരമായ വാർത്ത നമുക്ക് വീണ്ടും കാണേണ്ടി വന്നു. ആ കുടുംബത്തിന്റെ ദുരവസ്ഥ എന്താണ് എന്നത് നമ്മൾ പ്രേക്ഷകരെ എല്ലാം അറിയിച്ചതാണ്. അവിടെ ഒരു സഹായഹസ്തം നീണ്ടിരിക്കുകയാണ്. ചേർത്തല സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ, ആ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണോ? ഇന്ന് തന്നെ ആ കുടുംബത്തിന് ആ വീട്ടിനുള്ളിൽ അന്തിയുറങ്ങാൻ കഴിയുമോ? തീർച്ചയായും രേണുക, അത്രത്തോളം സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ഈ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്, ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും കേരള ബാങ്ക് നീലേശ്വരം ശാഖയിലെ മുഴുവൻ കുടിശ്ശികയും ഇപ്പോൾ പ്രവാസി, അതായത് ആലപ്പുഴയിലെ പ്രവാസി ഉണ്ണികൃഷ്ണൻ എന്ന ആളാണ് നേരിട്ട് ബാങ്കിലെത്തി മുഴുവൻ തുകയും അടച്ചു തീർത്തത്. ഇന്ന് തന്നെ കുടുംബത്തിന് ഈ മറ്റ് നടപടികളിൽ നിന്നെല്ലാം ഒഴിവാക്കി കൊടുത്ത് വീട്ടിലേക്ക് തന്നെ കയറാമെന്ന ബാങ്ക് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലെത്തി അവർക്കുള്ള അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് ബാങ്ക് അധികൃതരും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കർഷക തൊഴിലാളിയായ മകൻ വിജേഷ് ഈ അമ്മയുമായി ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു ഇത്തരത്തിൽ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പുറത്താക്കി ഈ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും പുറത്ത് വലിച്ചിട്ട് ഇത്തരത്തിൽ ജപ്തി നോട്ടീസ് പതിച്ച് സീല് പതിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 2 ലക്ഷം രൂപയായിരുന്നു വായ്പയായി എടുത്തിരുന്നത്. ഈ പണം തിരിച്ചെടുക്കാൻ ഈ വിജേഷ് തെങ്ങിൽ നിന്നും വീണ്
പരിക്കേറ്റ് കിടക്കുന്ന സമയത്ത് ഈ പണം തിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും പിന്നീടാണ് ഈ ജപ്തി നടപടിയുമായി ബാങ്ക് അധികൃതർ രംഗത്ത് വന്നത്. ഏതായാലും കോടതി ഉത്തരവോടുകൂടിയാണ് തങ്ങൾ ഇത്തരത്തിൽ ജപ്തി ചെയ്ത് നടപടിയുമായി എത്തിയതെന്ന് ബാങ്ക് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇവർക്ക് ഇനി സമാധാനത്തോടെ ഈ വീട്ടിൽ തന്നെ അന്തിയുറങ്ങാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായും ബൈജു, വൃദ്ധയായ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, ഭർത്താവിന് രോഗമാണ്, 2 കുട്ടികൾ, എന്ത് ചെയ്യുമെന്നറിയില്ല എന്ന സാഹചര്യം വിവരിക്കുമ്പോഴും ആ വീട്ടമ്മ പറഞ്ഞത് ഞങ്ങൾ മേടിച്ച പണമാണ്, അത് തിരിച്ചടയ്ക്കണം, അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് സമയം തരുമോ എന്നൊരു ചോദ്യം മാത്രമാണ് അവരുടെ അപേക്ഷയായിട്ട് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ കടം മുഴുവൻ അടയ്ക്കുകയാണ്. ആ കുടുംബത്തിന്റെ പ്രതികരണം അതിനുശേഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കുടുംബം എന്താണ് ഇപ്പോൾ പറയുന്നത്? അവർക്ക് പൂർണ്ണമായും ഒരു ആശ്വാസമാണോ ഇപ്പോൾ തോന്നുന്നത്? തീർച്ചയായും ഈ കുടുംബവുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അവർ തന്നെയാണ് വ്യക്തമാക്കിയത്. ബാങ്ക് അധികൃതർ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ന് തന്നെ മറ്റ് വീട്ടിലേക്ക് കയറാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ബാങ്ക് അധികൃതർ ഉറപ്പ് കുടുംബത്തിന് നൽകിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. വലിയ സന്തോഷത്തിലാണ് അവർ. കാരണം അത്രത്തോളം രോഗാവസ്ഥയും മറ്റും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു കുടുംബം, അത് നമ്മൾ നേർചിത്രം അത് നമ്മൾ വ്യക്തമാക്കിയതാണ്. ഈ രോഗാവസ്ഥയും അമ്മയുടെയും തന്റെയും രോഗാവസ്ഥ കണക്കിലെടുത്ത് തിരിച്ചടവിന് സാവകാശം അനുവദിക്കണമെന്ന ഒരു ആവശ്യം മാത്രമേ ബാങ്കിന് മുമ്പിൽ ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാങ്ക് അത് ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല. അവർ അത്തരത്തിൽ രേണുക തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ജപ്തിയുടെ പേരിൽ ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതും ന്യൂസ് 8 അത് വാർത്തയാക്കുന്നതും. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അവർ അത് നമ്മോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ ബാങ്ക് അധികൃതർ ഈ വീട്ടിലെത്തി ഇത്തരത്തിൽ മറ്റ് നടപടിക്രമങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ കുടിശ്ശിക മുഴുവനായും ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ, ചേർത്തലയുള്ള ഉണ്ണികൃഷ്ണൻ ബാങ്കിൽ അടച്ചു തീർത്തിട്ടുമുണ്ട്. രേണുക, തീർച്ചയായും എന്തായാലും ന്യൂസ് 18 വാർത്ത കൂടിയാണ് ഫലം കാണുന്നത്. കാരുണ്യത്തിന്റെ നല്ല ഉറവ പറ്റാത്ത മനുഷ്യർ നമുക്ക് ചുറ്റും ഇനിയുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആ കുടുംബത്തിന്റെ ആശങ്കകൾ അകലുകയാണ്. അതിന് നന്ദി പറയേണ്ടത് ചേർത്തല സ്വദേശിയായ ഉണ്ണികൃഷ്ണനോടാണ്. KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ആശാവർക്കർമാർ നിരാഹാരം അനുഷ്ഠിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി UDF MLA-മാരുടെ പിന്തുണ. സർക്കാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആശമാർ ഇന്നു മുതൽ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച കണ്ണിൽ പൊടിയിടാനാണെന്ന് സമരസമിതി ആരോപിച്ചു. നിയമസഭ ബഹിഷ്കരിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പ്രകടനമായാണ് UDF MLA-മാർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയത്. ആശാവർക്കർമാരെ സർക്കാർ അപമാനിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിച്ചാൽ സർക്കാരിനെ ആദ്യം അഭിനന്ദിക്കുന്നത് പ്രതിപക്ഷമായിരിക്കും. ഒരാളും ഇവരുടെ ഒപ്പമില്ല. ഇനിയിപ്പോ CPM അനുഭവമുള്ള കുടുംബങ്ങളിലെ ആശാവർക്കർമാർ പോലും ഈ സമരത്തോടൊപ്പമാണ്. ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ ഈ സമരം ന്യായമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ ആ സമരത്തെ പിന്തുണച്ചത്. ഞങ്ങൾ നന്നായിട്ട് ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ജോലി ഭാരത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അവർ ചെയ്യുന്ന ജോലി നമ്മൾ വിഷമിക്കും. നമ്മൾ 12-14 മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത്. അതിന് ന്യായമായ പരിഹാരം കിട്ടണം അവരുടെ ഡിമാൻഡ്. അതുകൊണ്ടാണ് ഞാൻ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ പോയി കണ്ട് സന്ദർശിച്ച് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റ് നടയിൽ തുടങ്ങിയ അനിശ്ചിതകാല സമരം 39ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരത്തിന് തുടക്കമായി. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുൾപ്പെടെ നടന്ന ആദ്യ 2 ഘട്ട സമരങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കാനുള്ള കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്ര കണ്ണിൽ പൊടിയിടാനെന്ന് ആശമാർ. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് നിർമ്മല സീതാരാമന്റെ കേന്ദ്രമന്ത്രിയുടെ അനുമതി കിട്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ എന്താണ് ചർച്ച ചെയ്യാൻ പോയത് നമുക്കറിയത്തില്ല. നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, എന്ത് നോക്കുകയാണ്? CM പോയില്ലായിരുന്നോ കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട്? എന്നിട്ട് എന്തുണ്ടായി? അപ്പൊ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരുന്നെങ്കിൽ വാങ്ങിച്ചോണ്ട് വരട്ടെ. അത് ഓണറേറിയവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വശത്ത് സർക്കാർ ദൂർത്ത് തുടരുന്നതിനിടയിലാണ് മറുവശത്ത് പണമില്ലെന്ന് പറഞ്ഞ് ആശമാരോട് അനാസ്ഥ കാണിക്കുന്നതെന്ന് അനിശ്ചിതകാല നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ KG താര. ഈ ഭരണകൂടത്തിന് എതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത്?
എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉൾപ്പെടെ നേതാക്കളും സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണിൽ പൊടിയിടാനാണ് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയെന്നാണ് ആശാവർക്കർമാർ ആരോപിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് ഡൽഹിയിലെത്തിയെങ്കിലും ആ കൂടിക്കാഴ്ച പോലും നടന്നില്ല. JP നദ്ദയെ കാണാനായില്ല. ഇന്നലെ ആശമാരുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ട് വിഷയം ഉന്നയിക്കുമെന്ന് മന്ത്രി പറഞ്ഞത്. JP നദ്ദയെ നേരിട്ട് കാണാൻ കഴിയാത്തതിനാൽ റെസിഡന്റ് കമ്മീഷണർ മുഖേന നിവേദനം നൽകി മന്ത്രി മടങ്ങി. ഉച്ച കഴിഞ്ഞിട്ടൊരു 4 മണിയായപ്പോൾ 3:30 കഴിഞ്ഞപ്പോഴേക്കും റെസിഡന്റ് കമ്മീഷണർ വഴി ഞാൻ കൊടുത്തിരുന്നു. ഇപ്പോൾ ക്യൂബയുടെ ഹെൽത്ത് മിനിസ്റ്ററും വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 മണിക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ഇനി ഒരു ദിവസം അപ്പോയിൻമെൻറ്റ് അനുവദിക്കുമെങ്കിൽ അന്ന് വന്ന് നേരിട്ട് വീണ്ടും കാണുകയും ചെയ്യും. ക്യൂബൻ ഉപപ്രധാനമന്ത്രിയും സംഘവുമായി മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിക്കാണ് വീണ ജോർജ് ഡൽഹിയിൽ എത്തിയത്. അംഗനവാടി ജീവനക്കാരുടെ വിഷയത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. 550 രൂപയിൽ നിന്ന് 7000 രൂപയായി ജീവനക്കാരുടെ വേതനം കൂട്ടിയത് UDF സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ പുച്ഛിക്കുകയാണെന്നും സഭയിൽ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. UDF കാലത്ത് വേതന വർധന മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും വേതനം നൽകിയിട്ടില്ലെന്നും മന്ത്രി P. രാജീവ് തിരിച്ചടിച്ചു. കെട്ടിടമുള്ള സ്ഥലങ്ങളിലെ വാടക കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കണം, അഡ്വാൻസ്, അവിടുത്തെ വാട്ടർ ചാർജ് കൊടുക്കണം, പച്ചക്കറിയും മുട്ടയും പാലും മേടിക്കുന്നത് ഈ പാവങ്ങൾ കാശ് കൊടുത്തിട്ടാണ്. എന്നിട്ട് തോന്നുന്ന സമയത്താണ് പൈസ കൊടുക്കുന്നത്. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കരാറോ ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ആ തീരുമാനം പരിശോധിക്കുമ്പോൾ 6 മാസം കഴിഞ്ഞാൽ യോഗം ചേരുമെന്നത് ഉൾപ്പെടെ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം പമ്പര് കെട്ടി സമരത്തിനിറങ്ങിയ ചരിത്രം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ട്രേഡ് യൂണിയന് ഏതെങ്കിലും കാലഘട്ടത്തിൽ സമരത്തിലേക്ക് പോകാം. കോടതിയിൽ പോയത് എപ്പോഴാ? അതിനാണോ സമരം? അങ്ങ് പറഞ്ഞ കോടതി ഇന്നലെയല്ലേ അപ്പീൽ പോയത്? അപ്പൊ മിനിഞ്ഞാന്ന് സമരം കോടതി ഇങ്ങനെ വിധിക്കുന്ന വെച്ച് സമരം കിട്ടിയതാ? അങ്ങനെ പൂർണ്ണമായിട്ട് യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാനത്തെയും ജനങ്ങളെയും ഞെരുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി, ഈ നാട് ഒറ്റക്കെട്ടായി ഒരു നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം അവർക്ക് പരവതാനി വിരിച്ചു കൊടുത്ത് അവരുമായി ഒന്നിച്ച് അവിടെ പോയി പ്രസംഗം നടത്തി അവർക്കൊപ്പം നിന്ന് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം നടത്തുന്നത് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ താല്പര്യത്തിനെതിരാണ്. ഇത് 2011 വരെ 550 രൂപയാണ് ഉണ്ടായിരുന്നത്. 550 രൂപയിൽ നിന്ന് 7000 രൂപയാക്കി 5 കൊല്ലം കൊണ്ട് UDF ഗവൺമെന്റിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചു. അൺസ്കിൽഡ് വർക്കേഴ്സിനുള്ള കേരളത്തിലെ മിനിമം വേജസ് ഒരു ദിവസം 700 രൂപയാണ്. നിങ്ങൾ പ്രഖ്യാപിച്ച വർധനവ് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഉത്തരത്തിൽ പറയുന്നത് എന്ന് ഉത്തരവുകൾ ഇറക്കിയെങ്കിലും ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് നൽകുന്നതിനാണ് ഉത്തരവായിരുന്നത്. എന്നാൽ ഈ തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ വർധനവ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രഖ്യാപനം കടലാസിൽ മാത്രമായിരുന്നു എന്നങ്ങ് കണ്ടോളൂ. മോൻസ് ജോസഫിന്റെ ചോദ്യം. ഛത്തീസ്ഗഡിൽ 2ഇടത്തുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 30 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു. ഏറ്റുമുട്ടലിനിടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. ബസ്തർ ഡിവിഷന്റെ ഭാഗമായ ബിജാപൂർ അതിർത്തി, കങ്കർ എന്നിവിടങ്ങളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശമായ ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിലാണ് ആദ്യം ഏറ്റുമുട്ടലുണ്ടായത്. 18 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. പ്രദേശത്ത് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനായി BSFും സംസ്ഥാന പോലീസിലെ റിസർവ് ഗാർഡും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ മാവോയിസ്റ്റുകൾ വിവേചനരഹിതമായി വെടിയുതിർത്തു. ഉദ്യോഗസ്ഥർ തിരിച്ചടിച്ചു. രാവിലെ 7 മണിക്കാണ് വെടിവെപ്പ് ആരംഭിച്ചത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് 18 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങളും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. കാങ്കർ പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകളെയാണ് വധിച്ചത്. നക്സൽ മുക്ത് ഭാരത് അഭിയാൻ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച സേന വലിയ വിജയം കൈവരിച്ചു എന്ന് എക്സിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറിച്ചു. കീഴടങ്ങാൻ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടും അതിന് തയ്യാറാകാത്ത നക്സലൈറ്റുകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ അമിത്ഷാ അടുത്ത വർഷം മാർച്ച് 31 മുൻപ് രാജ്യം നക്സൽ മുക്തമാകുമെന്നും ആവർത്തിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 9 ബിജാപൂരിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ 31 മാവോയിസ്റ്റുകളെ വധിച്ചിരുന്നു. 2005 മാത്രം 81-ലധികം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾക്കുള്ള പുതിയ പുനരധിവാസ നയത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ കഴിഞ്ഞ ബുധനാഴ്ച അംഗീകാരം നൽകിയിരുന്നു. സാമ്പത്തിക സഹായം, വിദ്യാഭ്യാസം, തൊഴിൽ സുരക്ഷ എന്നിവ ഉറപ്പാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവാദമായ മൈസൂരുവിലെ പാരമ്പര്യ ഒറ്റമൂലി വൈദ്യൻ ഷാബാസ് ഷെരീഫ് കേസിൽ മുഖ്യപ്രതി ഷെബിൻ അഷ്റഫ് അടക്കം 3 പേർ കുറ്റക്കാർ.
ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിന് പുറമെ രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ, ആറാം പ്രതി നിഷാദ് എന്നിവരെയാണ് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി തുഷാർ എം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കേസിൽ 9 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി മറ്റന്നാൾ. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താത്ത കേസിൽ ഏറ്റവും നിർണായകമായത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളായിരുന്നു. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺട്രിയൽ DNA ഫലവും കേസിൽ മാപ്പുസാക്ഷിയായ നൌഷാദ് നൽകിയ ദൃശ്യങ്ങളും പ്രധാനപ്പെട്ടതായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടതായി കോടതി പറഞ്ഞു. മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ ഇല്ലെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് തെളിയിക്കാൻ സാധിച്ചത് അത്യപൂർവമാണെന്ന് പ്രോസിക്യൂട്ടർ. ഡെഡ് ബോഡി ഇല്ല, ഈ തട്ടിക്കൊണ്ടുവരിക, കൊലപാതകം, ഇതൊക്കെ നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ FIRഉം അതിൻ്റെ അന്വേഷണവും പോകുന്നത്. അവസാനമായിട്ട് 42 മുടികളാണ് സയന്റിഫിക് ഇവർ ശേഖരിച്ചത്. മറ്റ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് തട്ടിക്കൊണ്ടുപോകലടക്കം വിവിധ കുറ്റങ്ങളാണ്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ പോയതാണ് അവരെ വെറുതെ വിടാനുള്ള കാരണം. അന്നത്തെ മലപ്പുറം SP സുജിത് ദാസിന്റെ സമർത്ഥമായ നീക്കങ്ങളാണ് മുഖ്യപ്രതിയടക്കം ശിക്ഷിക്കപ്പെടുന്നതിന് ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുള്ളത്. ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണാന്ത്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം എടുത്താലും ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്താലും വളരെ റയറായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കൺവിക്ഷൻ വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അങ്ങോട്ടേക്ക് ഇവിടേക്ക് വന്ന് ഒരുപാട് ആംബിഗ്വിറ്റീസ് ഉള്ള മുൻ ചരിത്രങ്ങളില്ലാത്ത തരത്തിലുള്ള കേസായിരുന്നു. അതിൽ മുൻ SP ശ്രീ സുജിത് ദാസ് IPSന്റെ നേതൃത്വത്തിലുള്ള ടീം he has done an outstanding job in this. 2019 ഓഗസ്റ്റിലാണ് മൂലക്കുരു ഒറ്റമൂലി മരുന്നിന്റെ രഹസ്യമറിയുവാനായി ഷൈബിൻ അഷ്റഫിന്റെ സംഘം ഷാബാസ് ഷെരീഫിനെ മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നത്. 2020 ഒക്ടോബറിൽ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടുതടങ്കലിൽ വെച്ച് അതിക്രൂര പീഡനങ്ങൾക്കൊടുവിൽ ഷാബാസ് ഷെരീഫ് കൊല്ലപ്പെട്ടു. തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കി ചാലിയാറിൽ തള്ളി. 2022 ഏപ്രിൽ അവസാനം കേസിലെ പ്രതികളിലൊരാളായ നൌഷാദ് തിരുവനന്തപുരത്ത് നടത്തിയ ആത്മഹത്യാ ശ്രമവും തുടർന്ന് നടത്തിയ വെളിപ്പെടുത്തലുമാണ് ഈ കൊലപാതകം പുറത്തുവരാൻ വഴിയൊരുക്കിയത്. കേസിലെ 7ാം പ്രതിയായ നൌഷാദിനെ പിന്നീട് കോടതി മാപ്പുസാക്ഷിയാക്കി. 2022 മെയ് മാസത്തിൽ അറസ്റ്റിലായ പ്രതികൾ കസ്റ്റഡിയിലിരിക്കെയാണ് വിചാരണയും പൂർത്തിയായിട്ടുള്ളത്. ഷൈബിൻ അഷ്റഫും സംഘവും വിദേശത്ത് നടത്തിയ 2 കൊലപാതക കേസുകളും അന്വേഷിച്ച് CBI ഇതിനോടകം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് പോലീസിന്റെ പിടിയിലായത്. 12ഉം 10ഉം വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെയാണ് അമ്മയുടെ ആൺ സുഹൃത്തായ പീഡനത്തിന് ഇരയാക്കിയത്. പ്രതി ധനേഷ് 2023 മുതൽ പെൺകുട്ടികളെ നിരന്തരമായി പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നാണ് പോലീസ് വെളിപ്പെടുത്തൽ. പെൺകുട്ടികളുടെ അമ്മയുടെ ആൺ സുഹൃത്തായ ഇയാൾ ശനി ഞായർ ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിൽ തങ്ങിയിരുന്നു. കുട്ടികളുടെ അമ്മയെ ഒഴിവാക്കാനാണ് കുഞ്ഞുങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചതെന്നാണ് ധനേഷ് പോലീസിനോട് പറഞ്ഞത്. പീഡനത്തിനിരയായ പെൺകുട്ടികളോട് കൂട്ടുകാരികളെ കൂടി വീട്ടിലേക്ക് എത്തിക്കാൻ പ്രതി ആവശ്യപ്പെട്ടിരുന്നെന്ന് കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. അതേ തുടർന്നുണ്ടായ സമ്മർദ്ദത്തിൽ കുട്ടി കൂട്ടുകാരിക്ക് വീട്ടിലേക്ക് വരണമെന്ന് അച്ഛൻ പറയുന്നു എന്ന് എഴുതി നൽകി. ഈ കുറിപ്പ് കാണാനിടയായ അധ്യാപികയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ധനേഷ് കുമാർ ലിവിംഗ് ടുഗദർ വിത്ത് മദർ ഈസ് ആസ്കിംഗ് ദിസ് എൽഡർ സിസ്റ്റർ ടു ബ്രിങ് വൺ മോർ ഫ്രണ്ട് to their house. So this elder Penkuti wrote a letter saying that my father wants you to come to my house. So this letter was seen by another friend whose mother is their teacher in the school. Then they informed us about this incident and we went to the school, recorded statement of the elder girl, and based on the statement we have arrested the accused Dhanesh Kumar. കുറുപ്പുംപടിക്കടുത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ് കുട്ടികളും അമ്മയും. 2 വർഷം മുൻപ് കുട്ടികളുടെ പിതാവ് രോഗബാധിതനായതിനെ തുടർന്ന് സഹായിക്കാനെത്തിയ ടാക്സി ഡ്രൈവർ ധനേഷുമായി കുട്ടികളുടെ അമ്മ അടുപ്പത്തിലാവുകയായിരുന്നു. പിതാവ് മരിച്ചതിനു ശേഷം എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ധനേഷ് ഇവരുടെ വീട്ടിലുണ്ടാകും. ആ സാഹചര്യം മുതലെടുത്താണ് പീഡനം നടന്നത്. കുട്ടികൾക്ക് പരീക്ഷയായതിനാൽ വിശദമായ രഹസ്യമൊഴി പിന്നീട് രേഖപ്പെടുത്തും. കുട്ടികൾക്ക് സംരക്ഷണമൊരുക്കേണ്ട സാഹചര്യം CWCയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. പീഡനം നടന്നത് കുട്ടികളുടെ അമ്മയുടെ അറിവോടെയാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. കസ്റ്റഡിയിലെടുത്ത് ധനേഷ് കുറ്റം സമ്മതിച്ചതായും ASP വ്യക്തമാക്കി. ധനേഷിനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 കൊച്ചി. മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ CPI എക്സിക്യൂട്ടീവ് തീരുമാനം. എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന P രാജുവിന്റെ മരണത്തിൽ നടത്തിയ പ്രതികരണത്തിലാണ് നടപടി. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന ഇസ്മായിൽ പാലക്കാട് ജില്ലാ കൌൺസിലിലെ ക്ഷണിതാവാണ്. CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും പറവൂർ MLAയുമായിരുന്ന P രാജുവിന്റെ മരണശേഷം
അദ്ദേഹത്തിന്റെ കുടുംബം നടത്തിയ പ്രതികരണമാണ് വിവാദങ്ങളുടെ തുടക്കം. രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കരുതെന്നും പിന്നിൽ നിന്ന് കുത്തിയവർ മൃതദേഹം കാണാൻ പോലും വരരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അവരുടെ പരാതികളിൽ കഴമ്പുണ്ട് എന്നായിരുന്നു കെ ഇസ്മായിലിന്റെ പ്രതികരണം. ഇതിനെതിരെ പാർട്ടി എറണാകുളം ജില്ലാ കൗൺസിൽ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. ഇസ്മായിലിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് വിലയിരുത്തിയാണ് ഇപ്പോഴത്തെ നടപടി. എക്സിക്യൂട്ടീവ് തീരുമാനം സംസ്ഥാന കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യും. കൗൺസിലിന്റെ അനുമതിയോടെയാകും സസ്പെൻഷൻ പ്രാബല്യത്തിൽ വരിക. CPIയിൽ കാനം വിരുദ്ധ ചേരിയുടെ പ്രധാനിയായിരുന്നു കെ ഇസ്മായിൽ. കാനം രാജേന്ദ്രൻ പാർട്ടി ശക്തനായതോടെ ഇസ്മായിൽ പക്ഷം ദുർബലമായി. ഇസ്മായിലിനൊപ്പം നിന്നവരെ ഓരോരുത്തരെയായി കാനം വെട്ടിനിരത്തി. പ്രായപരിധി നിബന്ധനയുടെ പേരിൽ നേതൃസമിതികളിൽ നിന്ന് ഇസ്മായിലും ഒഴിവാക്കപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. റൈസിന ഡയലോഗിലെ ശശി തരൂരിന്റെ പരാമർശത്തെ മോദി സ്തുതിയെന്ന് പറയാനാകില്ലെന്ന് കെ മുരളീധരൻ. അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി പറയണമായിരുന്നു. ഗസ ഇസ്രയേൽ വിഷയത്തിൽ അപലപിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല, അതുകൂടി പറയണമായിരുന്നു. പ്രവർത്തക സമിതി അംഗത്തെ തിരുത്തണമെങ്കിൽ തിരുത്തേണ്ടത് ഹൈക്കമാൻഡാണെന്നും മുരളീധരൻ പറഞ്ഞു. യാക്കോബായ പക്ഷം പുതിയ കാതോലിക്ക ബാവയെ വാഴിക്കുന്നതിനെ പിന്തുണയ്ക്കുകയാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ഓർത്തഡോക്സ് സഭ. ഇതാണ് നിലപാടെങ്കിൽ BJPയെ പിന്തുണയ്ക്കാനും മടിക്കില്ലെന്ന് പരോക്ഷ സൂചനയുള്ള പ്രമേയം സഭാ മാനേജിംഗ് കമ്മിറ്റി പാസാക്കി. കാതോലിക്ക ബാവയെ വാഴിക്കുന്ന ചടങ്ങിൽ മന്ത്രി P രാജീവും സംഘവും പങ്കെടുക്കുന്നതാണ് പ്രകോപനം. യാക്കോബായ വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന UDFന്റെ പ്രതിനിധികളും ചടങ്ങിന് പോയേക്കും. എറണാകുളത്തെ കുറച്ച് വോട്ടിനു വേണ്ടിയാണ് ഈ നീക്കമെന്ന് കുറ്റപ്പെടുത്തുന്ന ഓർത്തഡോക്സ് മാനേജിംഗ് കമ്മിറ്റി പ്രമേയം സമദൂരം അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നു. അങ്ങനെ വന്നാൽ ചിലർ വീഴും, മറ്റു ചിലർ വാഴുമെന്നും BJPയുടെ പേരെടുത്ത് പറയാതെ പ്രമേയം വ്യക്തമാക്കുന്നു. പുതിയ ബാവയെ വാഴിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നിലപാട്. ഈ സഭയുടെ സ്വാതന്ത്ര്യത്തെയും അസ്തിത്വത്തെയും ഒരു ഭീഷണിക്ക് മുമ്പിൽ അടിയറവെക്കില്ല. ഭരണഘടനയുടെ സമാപന ഭരണത്തിന് ഒപ്പുകൊടുത്തവരും ഭരണഘടനയോട് സത്യം ചെയ്തവരും ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൽ കൂട്ടുനിൽക്കുന്നതിനുള്ള ശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തുന്നു. അതേസമയം പ്രതിനിധികളെ അയക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന നിലപാടിലാണ് സർക്കാർ. ലെബനിൽ നടക്കുന്ന ചടങ്ങ് സുപ്രീം കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമല്ലെന്ന് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു. പ്രതിനിധികളെ അയക്കുന്നതിനെതിരെയുള്ള ഹർജിയിലാണ് സർക്കാർ നയം വ്യക്തമാക്കിയത്. ന്യൂസ് 18 കോട്ടയം. സഹപ്രവർത്തകരെ സ്ഥലം മാറ്റിയതിനെതിരെ മൊമന്റോയിലൂടെ പ്രതിഷേധിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നീക്കം. പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി അച്ചടക്ക ലംഘനവും സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്നതുമാണെന്ന് ആരോപിച്ചാണ് നീക്കം. യാത്രയയപ്പ് ചടങ്ങിൽ നൽകിയ മൊമന്റോയിൽ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്ത് കാട്ടിയ ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യങ്ങൾ എന്നാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ മണോളിക്കാവിലെ CPIM പോലീസ് സംഘർഷത്തിന് പിന്നാലെ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പിന്തുണയുമായിട്ടാണ് സഹപ്രവർത്തകർ രംഗത്തെത്തിയത്. സ്റ്റേഷനിലെ യാത്രയയപ്പ് ചടങ്ങിലാണ് ഉപഹാരം നൽകിയത്. കണ്ണൂർ ചക്കരക്കല്ലിൽ തെരുവുനായ ആക്രമണം. 30-ലേറെ പേർക്ക് കടിയേറ്റു. ആക്രമിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ഇന്ന് രാവിലെ 6:30യോടെയാണ് തെരുവുനായ ആക്രമണം. പുതുവാച്ചേരി ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന സ്ത്രീയെ ആദ്യം കടിച്ചു. പിന്നാലെ ഇരുവേരി, RV മെട്ട, പാനേരിച്ചാൽ പ്രദേശങ്ങളിലുള്ളവരാണ് നായയുടെ ആക്രമണത്തിനിരയായത്. കുട്ടികൾക്കും കടിയേറ്റു. അപ്പം അമ്മ പറഞ്ഞു അത് നായ വരുന്നത്. എൻ്റെ അനിയനാണ് ചുമന്ന് ചാടുന്നത്. അവിടെ നായ മുന്നോട്ട് വന്നിട്ട് എൻ്റെ സൈക്കിളിൻ്റെ മേലെ പുറത്ത് കയറിയിട്ട് സൈക്കിൾ ഉന്തിയിട്ട് അവിടെ എന്നെ നായ ഇവിടെ കടിച്ചു. ചക്കരക്കൽ മേഖലയ്ക്ക് 10 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ആക്രമണം. വീടിന്റെ വരാന്തയിലിരുന്ന കുട്ടിയെയും നായ വെറുതെ വിട്ടില്ല. അടുക്കളയിൽ ജോലി ചെയ്തു നിന്ന വീട്ടമ്മയും ആക്രമണത്തിനിരയായി. പലരും നിലത്ത് വീണതോടെ മുഖത്തടക്കം ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ആക്രമിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ന്യൂസ് 18 കണ്ണൂർ. മെഡിക്കൽ വേസ്റ്റ് തള്ളിയെന്ന വിവാദത്തിന് പിന്നാലെ കേരളത്തിലെ തെരുവു നായ്ക്കളെ തമിഴ്നാട്ടിൽ ഉപേക്ഷിച്ചതായും ആക്ഷേപം. കന്യാകുമാരിക്ക് സമീപം റോഡിലാണ് നായ്ക്കളുമായി എത്തിയ വാഹനം കണ്ടത്. നായ്ക്കളെ പൊതുസ്ഥലത്ത് തുറന്നുവിട്ടപ്പോൾ നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി കടയാലമ്മൂട് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു. എതിർപ്പുയർത്തിയ നാട്ടുകാർ നായ്ക്കളെ തുറന്നുവിട്ടവരെ കൊണ്ട് തന്നെ തിരികെ പിടിപ്പിച്ച് വാഹനത്തിൽ കയറ്റി. കടയാലമ്മൂട് പഞ്ചായത്ത് 2 ലക്ഷം രൂപ വാഹനത്തിന് പിഴ ഈടാക്കി. വാഹനവും നായ്ക്കളെയും തിരിച്ചു കേരളത്തിലേക്ക് അയച്ചു. എന്ത് വകുപ്പ് ചുമത്തും എന്നതിൽ വ്യക്തതയില്ലാത്തതിനാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ലഹരിക്കെതിരെ വലവിരിച്ച് പോലീസ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഇതര സംസ്ഥാനക്കാരുടെ വൻ റാക്കറ്റാണ്. കഴിഞ്ഞ ദിവസം പിടിയിലായ അഹിന്ദ മണ്ഡൽ, സൊഹൈൽ എന്നിവർ ഇതര സംസ്ഥാന ലഹരി മാഫിയയിലെ പ്രധാനികളെന്ന് പോലീസ് പറയുന്നു.
ആലുവ KSRTC സ്റ്റാൻഡിലെ ശുചിമുറിയിൽ നിന്നും ലഹരി ഉപയോഗ വസ്തുക്കളും സിറിഞ്ചും കണ്ടെത്തി. ജില്ലയിൽ പോലീസിന്റെയും എക്സൈസിന്റെയും വ്യാപക പരിശോധന തുടരുകയാണ്. കളമശ്ശേരി മേഖലയിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേയധികം നാളുകളായി ലഹരി ഇടപാട് നടത്തുന്നുണ്ട് എന്നാണ് കേസിൽ പിടിയിലായ പ്രതികൾ നൽകിയ മൊഴി. കളമശ്ശേരിക്ക് പുറമെ കൊച്ചി നഗരത്തിലും ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും കഞ്ചാവ് എത്തിക്കുന്നുണ്ട്. നേരത്തെ പിടിയിലായ ഷാലിഖിനാണ് ഇതര സംസ്ഥാന കഞ്ചാവ് മാഫിയയുമായി നേരിട്ട് ബന്ധമുള്ളത്. 6 തവണയോളം ഷാലിഖിന് കഞ്ചാവ് ഇവർ കൈമാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൈമാറിയത് 4 ബണ്ടിലാണെന്നും പിടിയിലായ സൊഹൈൽ നൽകിയ മൊഴിയിൽ പറയുന്നു. 60,000 രൂപ ഷാലിഖ് പലതവണയായി ഇയാൾക്ക് നൽകിയിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് എത്തിക്കുന്നത്. പോളി ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി ഇടപാട് തുടങ്ങിയിട്ട് 7 മാസമായെന്നും ചോദ്യം ചെയ്യലിൽ പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് 1 കിലോ കഞ്ചാവുമായി പിടികൂടിയ മുർഷിദാബാദ് സ്വദേശി ദീപക്കും ഈ സംഘത്തിലെ അംഗമാണ്. അതേസമയം ആലുവയിൽ KSRTC സ്റ്റാൻഡിലെ ശുചിമുറിക്കുള്ളിലും ലഹരി ഉപയോഗം കണ്ടെത്തി. ഫ്ലഷ് ടാങ്ക് കേടായതിനെ തുടർന്ന് ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ സിറിഞ്ചും മറ്റ് ലഹരി ഉപയോഗ വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തി. പൊതുയിടങ്ങളിലെ ശുചിമുറികൾ പോലും ലഹരി ഉപയോഗിക്കുന്നവരുടെ താവളമായി മാറുമ്പോൾ കടുത്ത ആശങ്കയാണ് ഉയരുന്നത്. അതേസമയം ലഹരി മരുന്ന് ഇടപാടുകാരെ കണ്ടെത്താൻ പോലീസും എക്സൈസും നടത്തുന്ന പരിശോധന ജില്ലയിൽ വ്യാപകമായി തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹമാസിന്റെ സായുധ വിഭാഗം. സയനിസ്റ്റ് കൂട്ടക്കൊലയ്ക്കുള്ള പ്രതികരണമായാണ് ആക്രമണമെന്നാണ് വിശദീകരണം. തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് 3 പ്രൊജക്ടൈലുകൾ വന്നതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു. IAF ഒരു പ്രൊജക്ടൈൽ വിജയകരമായി തടഞ്ഞു. 2 എണ്ണം തുറന്ന സ്ഥലത്താണ് വീണത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും മടങ്ങിയെത്തിയ സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലവുമായി പൊരുത്തപ്പെടാനുള്ള തീവ്ര പരിശീലനത്തിലാണ്. ഹൂസ്റ്റണിലെ ജോൺസൺ കേന്ദ്രത്തിൽ ഇരുവർക്കുമുള്ള 45 ദിവസത്തെ പുനരധിവാസ പരിശീലനം തുടങ്ങി. കഴിഞ്ഞ 9 മാസങ്ങൾ അവർ പറന്നു നടക്കുകയായിരുന്നു. ഇനി വീണ്ടും പഴയ പോലെ നിൽക്കുകയും നടക്കുകയും വേണം. ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂഗുരുത്വാകർഷണ ബലത്തിലേക്കുള്ള മാറ്റം. സാവധാനത്തിലെ ശരീരവും മനസ്സും ഈ മാറ്റം ഉൾക്കൊള്ളും. അതിനുള്ള തീവ്ര പരിശീലനത്തിലാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും. നാസയുടെ അസ്ട്രോനോട്ട് സ്ട്രഗ് കണ്ടീഷനിംഗ് റീഹാബിലിറ്റേഷൻ വിദഗ്ധർ രൂപകൽപ്പന ചെയ്ത പുനരധിവാസ പരിശീലനത്തിലാണ് ഇരുവരും. ചലനശേഷി, പേശികളുടെ ബലപ്പെടുത്തൽ, മാനസിക പരിവർത്തനം എന്നിവയിൽ ദിവസം 2 മണിക്കൂർ വീതമുള്ള സെഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. പേശികളുടെ ക്ഷയം, ശരീരദ്രാവകങ്ങളുടെ മാറ്റങ്ങൾ, കുറഞ്ഞ അസ്ഥി സാന്ദ്രത, നീണ്ടുനിൽക്കുന്ന ഭാരമില്ലായ്മ തുടങ്ങിയ ശാരീരിക പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുകയാണ് പരിശീലനത്തിന്റെ പ്രധാന ലക്ഷ്യം. 256 ദിവസത്തെ ബഹിരാകാശവാസം ഇരുവരിലുമേൽപ്പിച്ച ആരോഗ്യമാറ്റങ്ങൾ സംബന്ധിച്ച് പരിശോധന തുടരുകയാണ്. ഇരുവർക്കുമൊപ്പം മടങ്ങിയെത്തിയ അസ്ട്രോനോട്ട് നിക് ഹേഗും കോസ്മോനോട്ട് അലക്സാണ്ടർ ഗോർബിനോവും സമാനമായ നിരീക്ഷണത്തിലാണ്. 6 മാസം ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്ന ഇവർക്ക് കുറെ കൂടി നേരത്തെ വീട്ടിലേക്ക് മടങ്ങാനാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 8,310 രൂപ, പവന് 66,480 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 6,855 രൂപ, പവന് 54,840 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ, കിലോയ്ക്ക് 1,12,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. ഹരികൃഷ്ണൻ ചേരും. പെരുകുന്ന കുറ്റകൃത്യം